വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്നത്തെ വീഡിയോ എങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണെന്നറിയോ? നമ്മുടെ മനസ്സിൽ ഒരിക്കലും നടക്കൂല, മരണം വരെ എൻ്റെ ഈ ഒരു ആഗ്രഹം നടക്കൂല എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടാവൂലേ? അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഇടങ്ങേറായി നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്ക് കഴിച്ചിലാവണം എന്ന് തോന്നുന്നവരൊക്കെ ഈ ഒരു കാര്യം ചെയ്തു നോക്കിക്കോ. മുഹറം 10 മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആയത്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം നടന്നിരിക്കും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഒരുപാട് ആളുകൾക്ക് അനേകായിരം ഫലങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള ഈ ഒരു അമല് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഉറപ്പാണ് എന്തിനും ഈ ഒരു അമല് മാത്രം മതി നിങ്ങൾക്ക്. ഒരുപാട് ആളുകളുടെ കണ്ണീരൊപ്പിയിട്ടുള്ള ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു അമല് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിൽ വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലീസ് ഒരുപാട് ആളുകളുണ്ടായല്ലോ. സാധുക്കളായിട്ടുള്ള ഇത്തരം ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഈ ഒരു അമല് ചെയ്തിട്ട് അവർക്ക് ഇതിൻ്റെ ഫലവും കിട്ടുകയാണെങ്കിൽ അവരവരുടെ ദ്വാകളിലൊക്കെ നിങ്ങളെ ഓർക്കുകയും അത് മുഖാന്തരം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഒരുപാട് ഞാമത്തുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. നമ്മളൊക്കെ വളരെ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും നേരാൻ വണ്ണം നടക്കുന്നില്ല, എപ്പോഴും തല തിരിഞ്ഞിട്ടേ നടക്കുള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും സംഭവിക്കുന്നത് മറ്റൊന്നും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒത്തിരി ജന്മങ്ങൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ നമുക്ക് മുമ്പിൽ വരുമ്പോഴും നമ്മുടെ മനസ്സിലെ ഈമാനിനെ അടിയുറച്ച്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ റബ്ബിനെ കൈവിടൂല എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മളെ തകർക്കാനും അല്ലെങ്കിൽ നമ്മളെ തളർത്താനും ഒരു പ്രതിസന്ധികൾക്കും ഒരു പ്രയാസത്തിനും ആകില്ല. കാരണം അത്തരത്തിലുള്ള ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത് റബ്ബ് സുബ്ഹാനഹു തആലയല്ലേ. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ആ ഒരു വഴിയും അവൻ തന്നെ കാണിച്ചു തരും എന്നുള്ള ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ആ ഒരു ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നേടിത്തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടില്ലെങ്കിൽ മറ്റാർക്കാ നൽകുക? കാരണം നമ്മൾ അവൻ്റെ അടിമകളല്ലേ. ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകും, പക്ഷേ അതിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു വഴിയാണ് നമുക്ക് തുറന്നു കിട്ടാത്തത്. ഒരുപാട് ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, എന്താണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബക്കാരുടെയും ജീവിതം മാത്രം ഇങ്ങനെ താറുമാറായി താഴ്ന്നു പോകുന്നത് എന്ന് ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ തന്നെ ചോദിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓരോ ജോലിയിൽ നിന്ന് പടിയിറങ്ങുമ്പോഴും പിന്നെയും അവർക്ക് പുതിയ പുതിയ ജോലി കിട്ടുമ്പോൾ ഇതിനെ കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെടും എന്നാഗ്രഹിച്ചാണ് ഓരോ ജോലിയിലേക്കും പോകുന്നത്. പക്ഷെ പിന്നെയും അവരെ ആ ഒരു വിധി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലി അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് ആ ഒരു സമ്പത്ത് തികയാതെ വരുന്ന അവസ്ഥ വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയോ? സമ്പത്തിൽ ബർക്കത്തില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ കാരണമായിരിക്കാം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ആ ഒരു അമലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് തവണയെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. ഇനി നിങ്ങൾക്ക് 10 തവണയുള്ള ഒരു ദിവസം ചൊല്ലാൻ കഴിയുന്നതെങ്കിൽ 10 തവണ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു വലിയ പങ്ക് ഇസ്തിഗ്ഫാറിനുണ്ട്. നമ്മൾ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഓരോ അമലുകൾ ചെയ്ത് അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഭംഗിയായി നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് 11 തവണ അല്ലെങ്കിൽ ഒരു 100 തവണയെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. എന്തെന്നറിയോ? ജപ്തിയുടെ വക്കിലാണ്, അതുപോലെ തന്നെ സമ്പത്ത് വളരെ പിന്നോക്കത്തിലാണ്, അതുപോലെ തന്നെ ഇനി സമ്പത്ത് ഉണ്ടെങ്കിൽ കൂടെ ഞങ്ങൾക്ക് സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് മാത്രമുള്ള അറിയാം ചിലതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നീയത്തുണ്ടെങ്കിൽ മനസ്സിൽ എന്ത് ചെയ്യുക? ആത്മാർത്ഥതയോടുകൂടെ ഒരു ഉറച്ച വിശ്വാസം റബ്ബിൽ അർപ്പിച്ച് നിങ്ങൾ ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരാളുടെ താഴ്ച നമ്മുടെ മനസ്സിൽ ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക. ആർക്കെങ്കിലും ഇത്തരത്തിൽ മോശം വരണം, അല്ലെങ്കിൽ അവൻ്റെ ആ ജോലി നഷ്ടപ്പെടണം, അല്ലെങ്കിൽ ശത്രുത വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക്
എനിക്ക് റബ്ബെ ഇത്തരത്തിൽ തരണേ, എൻ്റെ ആഗ്രഹം സാധിപ്പിച്ച് തരണേ എന്ന് പറഞ്ഞ് റബ്ബിലേക്കാണ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ സാധിപ്പിച്ച് തരില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമോ വാശിയോ കുശുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് എല്ലാവർക്കും പുറത്തു കൊടുത്തതിന് ശേഷം പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു അമല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ. ഇത് അഫ്ളലായിട്ട് സമയം ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു നിസ്കാര സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ശുദ്ധി ഉണ്ടാവും, വൃത്തി ഉണ്ടാവും, മനസ്സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ആ ഒരു നിസ്കാര പായിലിരുന്ന് 2 കൈയും നീട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏത് ഫർള് നിസ്കാരത്തിന് ശേഷം നമുക്ക് ഈ ഒരു അമല് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അഫ്ളലായിട്ടുള്ള സമയം സുബഹ് നിസ്കാരത്തിന് ശേഷമാണ് കേട്ടോ. മറ്റ് നിസ്കാരങ്ങൾക്ക് ശേഷം പറ്റൂല എന്നല്ല, പക്ഷേ കുറച്ചും കൂടെ നമ്മൾ റബ്ബിലേക്കൊന്ന് അടുത്തിരിക്കുന്ന സമയം സുബഹയുടെ സമയത്തല്ലേ. അതുകൊണ്ടാണ് ഞാൻ സുബഹയുടെ സമയം പറയാൻ കാരണം. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ചൊല്ലാം. ഇനി നിങ്ങൾക്ക് ഈ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പറ്റുന്നില്ല എന്നാണെങ്കിൽ വുളു എടുത്ത് ഒരു സ്ഥലത്തിരുന്ന് വൃത്തിയോടെ ശുദ്ധിയോടെ കൂടെ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹവും അതുപോലെ തന്നെ നമ്മൾ ഈ ചെല്ലുന്ന അമലും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാളുടെ കുറ്റോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ദ്രോഹിച്ച കാര്യങ്ങളോ അതുകളിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു സമയത്ത് വന്നു പോകാതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം അത് അത്തരത്തിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല ആ ആഗ്രഹത്തെ നമുക്ക് നടത്തി തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ എന്തൊരു അമല് ചെയ്യുകയാണെങ്കിലും ഈ അമലെന്നല്ല മറ്റെന്തൊരു അമല് ചെയ്യുകയാണെങ്കിലും വൃത്തിയുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ റൂമൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ടോ കുട്ടികളുടെ ടോയ്സ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കും. അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കും താക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാർത്ഥത തോന്നൂല. നമ്മൾ ചെയ്യുന്നതിൽ ഞാൻ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് സാധിപ്പിച്ച് തരും എന്നുള്ള ഒരു പൂർണ്ണ നിയ്യത്തോടു കൂടെ നമ്മൾ ഓരോ അമലുകളും ചെയ്യാം. ഒരുപാട് ഇടങ്ങേറുകൾ ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ ഓരോ കാരണങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതേതാണെന്ന് നോക്കാമല്ലേ. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു കാര്യം കൊണ്ട് ജോലി വരെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതും വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും എനിക്കിപ്പം ഈ ജോലി ലഭിക്കാനാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ എന്തെങ്കിലും സമ്പത്തായിട്ട് ലഭിക്കാനാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഹൈറായ സമ്പത്തിനെ എനിക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യാം. സ്വല്ലി വസല്ലം വബാരിക് യാ ബാസിത്ത് അലാ മൻ കഫഹു ബിജൂദി ബാസിത്ത്. സ്വല്ലി വസല്ലം വബാരിക് യാ ബാസിത്ത് അലാ മൻ കഫു ബിൽ ജൂദി ബാസിത്ത്. ഇതാണ് ആ മഹത്തായിട്ടുള്ള ആയത്ത്. ഇത് അള്ളാഹുവിൻ്റെ പവിത്രമാക്കപ്പെട്ടുള്ള ഒരു നാമവും അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു ആയത്താണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ദിവസവും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഒരു നിശ്ചിത കണക്ക് പ്രകാരം വേണം നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി 3 തവണയാണെങ്കിൽ അത്രേ, അതുപോലെ തന്നെ 7 തവണയാണെങ്കിൽ അങ്ങനെ, 100 തവണയാണെങ്കിൽ അങ്ങനെ. അതൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോയിൽ ഞാൻ ഈ ഒരു അമലിനെ അല്ലെങ്കിൽ ഈ ഒരു ആയത്തിനെ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും ഈ ഒരു കാര്യം. ഈ ഒരു ആയത്തിനെ ഞാൻ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. എല്ലാവരും ഈ ഒരു അമല് ചെയ്യുമ്പോൾ ആത്മാർത്ഥത വേണം എന്ന് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹലാലായിട്ടുള്ള ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് നമ്മൾ ഈ ഒരു അമല് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നടത്തി തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകളെ കൂടെ നിങ്ങൾ പരിഗണിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കുള്ള ആ വഴി എളുപ്പമാക്കി തരും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹങ്ങൾ നൽകട്ടെ ഈ ഒരു പവിത്രമാക്കപ്പെട്ട ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.